ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫി ജൗഫിഹി എന്നുള്ള ഭാഗമാണ് വിശദീകരിച്ചത്. നമ്മുടെ അഖ്ലിൻ്റെ സ്ഥാനം ഏത് എന്നുള്ളതാണ്. അത് ഖൽബാണോ അതല്ല ഹൃദയമാണോ അതല്ല തലച്ചോറാണോ ദിമാഗാണോ എന്നുള്ള വിഷയമാണ് സംസാരിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മജ്മൂഉൽ ഫതാവയിൽ ചിന്തയുടെ സ്ഥാനം തലച്ചോറാണ്, അഖലിൻ്റെ സ്ഥാനം തലച്ചോറാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം തഹ്ഖീഖ് ഇതിൻ്റെ സ്ഥിരീകരണം പറയുന്നത്, നമുക്ക് ഫിക്റുണ്ട്. ഫിക്ർ എന്ന് പറഞ്ഞാൽ ചിന്ത അല്ലേ. നമുക്ക് നിരീക്ഷണമുണ്ട്, ഫിക്ർ നമ്പർ. ഫിക്റിൻ്റെയും നമ്പറിൻ്റെയും മഹല്ല് ദിമാഗ് തലച്ചോറാണ്. നമ്മൾ ചിന്ത അതേപോലെ നിരീക്ഷണം അതൊക്കെ തലച്ചോറ് കൊണ്ടാണ്. അതേസമയം നമുക്ക് ഇറാദത്തുണ്ട്. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശം, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. അറിയാൻ അല്ലെങ്കിൽ തന്നെ അമലെടുക്കാൻ, കർമ്മങ്ങൾ ചെയ്യാൻ, അതിൻ്റെയൊക്കെ ഉദ്ദേശം ഇറാദത്ത്. അതിൻ്റെ മഹല് ഖൽബാണ്. എനിക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്തോന്നറിയില്ലേ? മനസ്സെവിടെ? എനിക്ക് പഠിക്കാനൊരു മനസ്സില്ല, എനിക്ക് പഠിക്കാൻ നല്ല മനസ്സുണ്ട് എന്ന് പറയും അല്ലേ. ചെയ്യാൻ മനസ്സില്ല, ചെയ്യാൻ മനസ്സുണ്ട് പറയും. മനസ്സെവിടെയാണ്? മനസ്സിൻ്റെ വിഷയത്തിലേക്ക് മനസ്സ് ഖൽബാണ്. നമ്മൾ തന്നെ ആളുകളോട് പറയില്ലേ, എൻ്റെ മനസ്സുകൊണ്ട് ആലോചിക്ക്, എനിക്ക് വേണോ വേണ്ടേ, എൻ്റെ മനസ്സാക്ഷി എന്താ പറയുന്നത് പറയില്ലേ? അത് ഖൽബിലാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് തലച്ചോറുകൊണ്ട് അതാ ഖൽബുകൊണ്ടാ? ഖൽബുകൊണ്ടാണ് അല്ലേ. ഒരാളെ വെറുക്കുന്നത് ഖൽബുകൊണ്ടാണ്. നമ്മൾ ഇതേപോലെ പേടിക്കുന്നത് ഖൽബുകൊണ്ടാണ്, പ്രതീക്ഷിക്കുന്നത് ഖൽബുകൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ മഹല്ല് ഖൽബാണ്. അതൊക്കെ നമ്മളുടെ നിത്യേനെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, നമുക്ക് ഫിക്റുണ്ട്, നബറുണ്ട്, ചിന്ത, നിരീക്ഷണം, അതിൻ്റെയൊക്കെ മഹല്ല് അഖലാണ്, ദിമാഗാണ്, തലച്ചോറാണ്. അതേസമയം നമുക്ക് ഇറാദത്ത്, ഇന്ന കാര്യം ചെയ്യണോ ചെയ്യണ്ടേ, പഠിക്കണോ പഠിക്കണ്ടേ, അതേപോലെ ഇഷ്ടപ്പെടണോ വേണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മഹല്ല് ഖൽബാണ്. നമ്മുടെ റൂഹ് നഫ്സ് ആത്മാവുണ്ടല്ലോ, ആത്മാവിന് രണ്ടിനോടും ബന്ധമുണ്ട്. തലച്ചോറിനോടും ബന്ധമുണ്ട്, അതേപോലെ തന്നെ ഖൽബിനോടും ബന്ധമുണ്ട്. സംഭവം എന്തുണ്ട്? രണ്ടായിട്ട് ബന്ധമുണ്ട്. തലച്ചോറായിട്ടും ബന്ധമുണ്ട്, ഖൽബായിട്ടും ബന്ധമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. അതേസമയം നമ്മൾ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നബി തങ്ങൾ തഖ്വ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിയത് ഇവിടേക്കല്ലേ, ഖൽബിലേക്കല്ലേ. തഖ്വ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അള്ളാഹു പറഞ്ഞത് ചെയ്യുക, വിലക്കിയതെന്ന് വിട്ടു നിൽക്കുക. അതിൻ്റെയൊക്കെ ഉദ്ദേശം എവിടെയാണ്? ഇറാദത്ത് ഖൽബിലാണ്. അതൊക്കെ നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമ്മൾ അറിയുന്ന, അനുഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് രണ്ടായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷേ ഈ മബ്ദഉൽ ഫിക്ർ വന്നബർ, അത് ചിന്തയുടെ പ്രഭവം, അത് തലച്ചോറാണ്. മബ്ദഉൽ ഇറാദത്ത് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം വേണ്ടുക, അതിൻ്റെ മബ്ദ അത് ഖൽബാണ്. ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ ഒക്കെ തീരുമാനിക്കണത് ഖൽബുകൊണ്ടാണ്. ഒരാളെ ഇഷ്ടപ്പെടണോ വേണ്ട ഖൽബുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഉദാഹരണം പറഞ്ഞില്ലേ, ഒരാൾ നമ്മളോട് പറയുന്നത്, ഞാൻ എനിക്കവിടെ പോകണോ വേണ്ടേ, എൻ്റെ മനസ്സിന് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ചെയ്തോന്നല്ലേ പറയാം. എൻ്റെ ഖൽബ് അതാണ് എന്നോട് പറയുന്നതെന്നല്ലേ പറയാം. അപ്പോൾ രണ്ടുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇറാദത്തിൻ്റെ പ്രഭാവം അത് ഖൽബാണ്, ഫിക്റിൻ്റെ പ്രഭാവം അത് തലച്ചോറാണ് എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യം മനസ്സിലല്ലേ, അത് ഖൽബിൻ്റെ വിഷയമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അഖിലിനുള്ള ഖൽബുണ്ടാകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹ, ഭൂമിയിലൂടെ സഞ്ചരിക്കൂ,
ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൽബുകൾ ഉണ്ടാകുമായിരുന്നു, ആ കൽബ് കൊണ്ട് ചിന്തിക്കാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അഖൽ എന്നുള്ളത് എന്താ? അഖൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ഉപദ്രവകരമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കും. അതുകൊണ്ടാണല്ലോ അഖൽ എന്ന് പറഞ്ഞത്. അതെന്തായാലും കൽബ് കൊണ്ടാണ്. അതാണ് ഇവിടെ ശൈഖുൽ ഇസ്ലാമിൻ്റെ ഇതിൽ വായിക്കാൻ സാധിച്ചത്. അതാണ് ശരിയും. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിക്റും നബറും ഉണ്ടല്ലോ, നമ്മുടെ ചിന്ത, അതൊരിക്കലും തലച്ചോറുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആളുകൾ ഈ ഒരു വേർതിരിവ് അറിയാതെയാണ് ചില വിമർശകരൊക്കെ ഉള്ളത്. അല്ലാഹു ആലം. അതൊരു വലിയ മസലയാണത്. ഞാൻ എനിക്ക് അത് പോകാതിരിക്കണതാണ്. ഞാൻ ഈ ഒരു വിഷയം ഉണ്ടല്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ കൽബിന് ചില ധർമ്മങ്ങളുണ്ട്, ആ ധർമ്മങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യണോ ചെയ്യണ്ടേ, അറിയണോ അറിയണ്ടേ, ഇഷ്ടപ്പെടണോ വേണ്ടേ, ഇതൊക്കെ നമ്മൾ കൽബ് കൊണ്ടാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. അഖലിൻ്റെ വിഷയം അതാണ്, അഖലിൻ്റെ വിഷയം അതാണ്. അതേസമയം നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു നിരീക്ഷണം, അതിൻ്റെ ഒക്കെ സ്ഥാനം എന്താണ്? ദിമാഗാണ്. അതേസമയം ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചാൽ തലച്ചോറ്, ഈ മൗതുദ്ദിമാഗ്, ബ്രെയിൻ ഡെത്ത്, അതിൻ്റെ ഒരു മസല, ഒരു വിശാല മസലയാണ്. ഇപ്പോൾ ശാസ്ത്രത്തിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് തെളിവുകളാണ് ഒരാൾ മരിച്ചു എന്നുള്ളതിനുള്ളത്, ആധികാരികമായ രണ്ട് തെളിവ്. അത് ആദ്യത്തേതും അടിസ്ഥാനപരവും ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലക്കലാണ്. ഹൃദയമിടിപ്പ് നിലക്കലാണ് മരണം, അല്ലേ? അതാണ് ആദ്യത്തെ തെളിവ്. വൈദ്യശാസ്ത്രത്തിൻ്റെ അടുക്കലും അതാണ് ആദ്യത്തെ തെളിവ്. നമ്മളെ കാണിക്കൂലേ, ഹൃദയമിടിപ്പാണ് കാണിക്കുക. അത് നിശ്ചലാവുന്നതോടുകൂടിയാണ് മരണം വിധിക്കുന്നത്. രണ്ടാമത്തേത് ബ്രെയിനിൽ തന്നെയും, ബ്രെയിൻ ഡെത്തിൻ്റെ വിഷയം തന്നെ ഒരു സങ്കീർണമായ വിഷയമാണ്. അതിൽ ബ്രെയിന് പ്രവർത്തനരഹിതമാവുകയും പിന്നെ ബ്രെയിൻ അത് കേടാവണം. പ്രവർത്തനം നിലച്ച് കേടായിട്ടുണ്ടെങ്കിലാണ് ഇത് മരണം വിധിക്കുക, ബ്രെയിൻ ഡെത്ത് വിധിക്കുക. അത് തന്നെ ഒരു വലിയ സങ്കീർണമായ വിഷയമാണ്. നമുക്ക് ഈ മുഖ്, മഹീഖ്, ജിദ്ഉൽ ദിമാഗ്, 3 അവസ്ഥ ഉണ്ടല്ലോ, 3 ഉണ്ടല്ലോ. അതിൽ മുഖ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ സെറിബ്രം അല്ലേ, മഹീഖ് എന്ന് പറഞ്ഞാൽ സെറിബെല്ലം, പിന്നെ ജിദ്ഉൽ ദിമാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡുല്ല ഒബ്ലോഗേറ്റ എന്ന് പറഞ്ഞാൽ 3. ഇതിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ച് തലച്ചോറ് ഇഴകി കേടായി തുടങ്ങുന്ന ഒരു വിഷയമുണ്ട് ഇല്ലേ. ഈ മരണം ഉണ്ടല്ലോ, ഈ മൗതുദ്ദിമാഗ് വിധിക്കുന്നത് തന്നെ അതുമായൊക്കെ ബന്ധപ്പെട്ടാണ്. അതന്നെ അത് ഏതിന്, മുഖിനാണോ മഹീഖിനാണോ, അതെല്ലാം മെഡുല്ല ഒബ്ലോഗേറ്റക്കാണോ, ജിദ്ഉദ്ദിമാഖിനാണോ? ജിദ്ഉദ്ദിമാഗ് ദ്രവിച്ചാൽ, ജീർണിച്ചാൽ, കേടായാലാണ് പലരും എന്ത് ചെയ്യണത്, മരണം വിധിക്കണത്. കാരണം ഈ ജിദ്ഉദ്ദിമാഖിനാണ് കൽബായിട്ട് ബന്ധം. മറ്റേതിൻ്റെയൊക്കെ ധർമ്മം ഉണ്ടല്ലോ, മുഖിൻ്റെയും മഹീഖിൻ്റെയും ധർമ്മങ്ങളൊക്കെ വേറെയാണ്. ഹൃദയമിടിപ്പും പേശികളുടെ ശക്തിപ്പെടുത്തലും ചലനവും ഒക്കെ അത് ഈ മെഡുല്ല ഒബ്ലോഗേറ്റയുമായി ബന്ധപ്പെട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇഴകി തുടങ്ങിയിട്ട് 100 വലിയ കുറേ മസാലകളാണ്. ചിലർ പറയണത് മൗത്ത് ദിമാഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. കാരണം ദിമാഗില്ലാതെ ജീവിച്ചവരുണ്ട്, തലച്ചോറില്ലാതെ ജീവിച്ച കേസുകളുണ്ട്. ചില കുട്ടികൾ ഇവിടെ ജനിച്ചിട്ട് ആഴ്ചകൾ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് തലച്ചോറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തലച്ചോറ് പ്രവർത്തനരഹിതമായി തലച്ചോറ് ദ്രവിച്ചു എന്നതൊരിക്കലും മരിക്കുക എന്നുള്ളതിന് തെളിവല്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. കൽബ് മാത്രമാണ്. ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ തലച്ചോറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതായ ചർച്ചയൊക്കെ നടക്കുന്നത് എന്തിനാണ്? ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടാണ്. ഈ അവയവദാനം ഉണ്ടല്ലോ, അത് നടക്കണം എന്നുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ മരണം സ്ഥിരീകരിക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ ഈ വിഷയം, അവയവെടുക്കുന്ന വിഷയവും അതും പ്രശ്നം നടന്ന വിഷയമൊക്കെ വരുന്നത്. പലപ്പോഴും ഇതൊക്കെ ഒരു അപകടകരമായ വിധം പ്രശ്നങ്ങളിലാണ്. തലച്ചോറിൻ്റെ മരണം പെട്ടെന്ന് വിധിക്കുകയും ആൾ മരിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളും കേസുകളൊക്കെ ആയിട്ട് പോകണം. അല്ലാഹുൽ മുസ്തആൻ. ഞാൻ ഇവിടെ തന്നെ ഒരു വലിയ പണ്ഡിതൻ, എനിക്കൊന്നത് ബുലൂഗുൽ മറാമിൻ്റെ ഷറഹ് വായിച്ചപ്പോഴാണ് തോന്നുന്നു, അത് ഉംദത്തുൽ അഹ്കാമിൻ്റെ, അല്ലാഹു അലം. അതിൽ അദ്ദേഹം പറയുകയാണ്, ഒരു ആപ്പ ഹോസ്പിറ്റലിൽ കോമയിലായി, വലിയ
അഗാധത്തിൽ കോമയിലല്ല. അദ്ദേഹത്തിന് പറയുന്നത് അറിയാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തീർച്ചയായും നിശ്ചലനാണ്. കോമയായിട്ട് വിരിച്ചു. അങ്ങനെ 4 മക്കൾ. ഡോക്ടർ പറയാണ് പിന്നെ മൂത്തുദ്ദിമാഗ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അവയവങ്ങൾ ദാനം ചെയ്താൽ നിങ്ങളെ വാപ്പാക്ക് വേണ്ടിയിട്ടെന്ന് പറയാണ്. അതിൽ 3 മക്കളും വേഗം സമ്മതിച്ച്. ഒരു മകൻ പറഞ്ഞു എൻ്റെ വാപ്പയാണ്, ഞാൻ ഒരിക്കലും പിന്നെ സമ്മതിക്കില്ല അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ. പിന്നെ ഒരു മകൻ പിന്നെ അതിന് തീർത്തും എതിർത്തു. പക്ഷേ അള്ളാഹുവിൻ്റെ പിന്നെ വിധിയാൽ അയാൾക്ക് പിന്നീട് ബോധം വന്നു. ഈ വാപ്പാക്ക് ബോധം വന്നു. അയാൾ പിന്നെ ജീവിച്ചു, മനസ്സിലായി. പക്ഷേ അയാൾ 3 മക്കളെയും അയാൾ പിന്നെ തള്ളിക്കളഞ്ഞു. അയാൾ ആട്ടിപ്പായിച്ചു. അയാൾ ഈ ഒരു മകനെ മാത്രം അയാൾ ബാക്കി വെച്ചത്. അപ്പോൾ പിന്നെ ഇതിലൊക്കെ പല വിഷയങ്ങളും ഉണ്ട്. എന്തായാലും 2 കാര്യങ്ങളാണ് മാനദണ്ഡങ്ങളാക്കിയിട്ട് ഇപ്പോൾ മരണത്തിന് തെളിവായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒന്ന് ഹൃദയമിടിപ്പ് നിലക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തലച്ചോറ് നിശ്ചലമാവുക, പിന്നെ തലച്ചോറ് ഇഴകുക, കേടാകുക, അതിൻ്റെ പ്രവർത്തനരഹിതമാകുക തലച്ചോറ് എന്നുള്ളതാണ്. കേടായി പ്രവർത്തനരഹിതമാകുക എന്നുള്ളതും പിന്നെ ഒരാൾ മരിച്ചു എന്നതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാഫിയത്തുള്ള മരണം തരട്ടെ തെളിവായിട്ട് പറയപ്പെടുന്നുണ്ട്. ചില അത് രണ്ടും ഇസ്ലാമിക കർമ്മശാസ്ത്ര ലോകത്ത് ഇന്ന് സമ്മതിക്കുന്ന വിഷയമാണ് ഈ 2 തെളിവുകൾ. പക്ഷേ ഈ രണ്ടാമത്തെ തെളിവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകളാണ്. അതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞതിലൊക്കെ ഉണ്ട്. ഏതായാലും നമ്മുടെ വിഷയം മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. പിന്നെ ഇതിലൊക്കെ ഈ ഖൽബ് എന്ന് പറയുന്ന ആ ഒരു അവയവം, ആ അവയവങ്ങൾക്കപ്പുറം ചില വിഷയങ്ങളുണ്ട്, മനസ്സിലല്ലേ? ആ അവയവങ്ങളിൽ സന്നിവേശിക്കുന്ന സ്വാധീനിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതാണ് റൂഹും നഫ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മനസ്സിലല്ലേ? അതാണ് പിന്നെ നമ്മുടെ ഹിദായത്തുമായും അതൊക്കെ ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ ഒരു പിന്നെ ഹൃദയ ശസ്ത്രക്രിയക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായൊരു വ്യക്തി ഒരു പിന്നെ അമുസ്ലിമിൻ്റെ ഹൃദയമാണ് ഒരു മുസ്ലിമിലേക്ക് മാറ്റിവെക്കുന്നത് എങ്കിൽ ഒരിക്കലും ആ മാറ്റിവെക്കപ്പെട്ട വ്യക്തിയിൽ ഈ വ്യക്തിയുടെ മാറ്റിവെക്കപ്പെട്ടവൻ്റെ ആദർശം വരുന്നില്ല. ഇയാൾ എന്താണോ തനിക്ക് ആദർശമായി കൊണ്ടുവരുന്നത് അത് തന്നെയാണ് അയാൾക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷവും ഉള്ളത്. ഒരു അമുസ്ലിമിൻ്റെ ഹൃദയം ഒരു മുസ്ലിമിലേക്ക് ഹൃദയം മാറ്റിവെച്ചു. ഈ മുസ്ലിമായ വ്യക്തിയുടെ ആദർശ ജീവിതം എന്താണോ അത് തന്നെയാണ് ഹൃദയം മാറ്റിവെക്കപ്പെട്ടും ആ വ്യക്തിയിലുള്ളത്. ചില വ്യത്യാസങ്ങളില്ല എന്നല്ല. ഒരു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അയാളിൽ എന്തുണ്ടാവും, ചില മാറ്റങ്ങളുണ്ടാവും, നേരിയ മാറ്റങ്ങൾ. പക്ഷേ ഒന്നും എന്തല്ല, എന്നാലും അടിസ്ഥാനപരമായ ആദർശത്തെയോ വിധിനെയോ ബാധിക്കണ മാറ്റമല്ല. അപ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്ന ഉണ്ടല്ലോ, ആ കേവലം ഒരു അവയവമല്ല വിഷയം. പിന്നെയോ അതിനപ്പുറം അതിൽ സന്നിവേശിക്കുന്ന സ്വാധീനിക്കുന്ന ആദർശവും അതേപോലെ ആത്മാവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചി പിളർന്ന് ഹൃദയം പുറത്തെടുത്തിട്ട് ഹൃദയം മാറ്റി വേറെ ഹൃദയം വെക്കുകയല്ല ചെയ്തത്. പിന്നെ ഹൃദയത്തിൽ നിന്ന് എന്തോ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു മുതുക എടുത്ത് മാറ്റിയിട്ട് ശൈത്താൻ്റെ ഭാഗം ഇതാണ് തൊട്ട് നീക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിന്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ എന്താണ് ഒരു മനസ്സിലാക്കേണ്ട ഒരു സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. അല്ല കൊല്ലൻ മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ഒരു റജുലിനും 2 കൽബുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു റജുലിനും എന്ന് പറയുമ്പോൾ അതിനൊരു മഫ്ഹൂമുണ്ടോ? റജുൽ എന്ന് പറഞ്ഞാൽ ആരാ? ആണല്ലേ, പൊതുവെ ആണാണ് പറയാം. അപ്പോൾ അതിന് മഫ്ഹൂമുണ്ടോ? പെണ്ണിനുണ്ടാവുന്ന ഇല്ല, അതിന് മഫ്ഹൂമില്ല. റജുൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആണ് എന്ന അർത്ഥത്തില്ല. പിന്നെ ഒരു വ്യക്തിക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടില്ല 2 കൽബുകൾ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു അവിടെ. പിന്നെ ആരെക്കുറിച്ചാണ് ഇത് വിഷയം പറഞ്ഞത്? 2 ആളുകളെ കുറിച്ച് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ, അല്ലേ, അബ്ദുൽ ഉസ്സ ഇബ്നു ഖത്തൽ. ജമീൽ ഇബ്നു മാമർ. നമ്മളപ്പോൾ 2 ദൂ വെച്ചിട്ട് കുറേ ആളുകളെ പറഞ്ഞു, അല്ലേ, ദുന്നൂറൈൻ ഒക്കെ. പക്ഷെ നമ്മളവിടെ പറഞ്ഞപ്പോൾ ചില പ്രമുഖർ വിട്ടുപോയി. അത് അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് അനുസ്മരിക്കണം. ഒന്ന് ദുശ്ശഹാദത്തെ, അല്ലേ, ആരും പറഞ്ഞവുമില്ല. പിന്നെ ദുൽ ഐനൈൻ, പിന്നെ ദുഷിമാലൈൻ പറഞ്ഞല്ലേ, പക്ഷെ ഒരാൾ പറഞ്ഞില്ല. ദുഷിമാലൈൻ. ദുല്ലിസാനൈൻ പറഞ്ഞില്ലേ. ദുശ്ശഹാദത്തൈൻ ഖുസൈമ ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ദുശ്ശഹാദത്തൈൻ
രണ്ട് സാക്ഷ്യമുള്ള വ്യക്തി. നിസ്ലാശ്രമ തങ്ങൾ ഹുസൈമയുടെ സാക്ഷ്യം രണ്ടാളുടെ സാക്ഷിയായി പരിഗണിച്ചല്ലോ. അദ്ദേഹം ഒരാൾ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാളുടെ സാക്ഷ്യത്തിൻ്റെ മേനിയാണ് ഹുസൈമ റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. നിസ്ലാശ്രമ തങ്ങൾക്ക് വേണ്ടി ഒരു കേസിൽ സാക്ഷി പറഞ്ഞ വിഷയത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം കിട്ടിയത്. ഇത് ഹുസൈമ ഇബ്നു സാബിത്ത് അൽ അൻസാരി. ദുൽ ഐനൈൻ ആരാ? ദുൽ ഐനൈൻ ഖതാദ ഇബ്നു നുഅ്മാൻ അൽ അൻസാരി. ഖതാദ ഇബ്നു നുഅ്മാൻ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്ന് പ്രഹരം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് തൂങ്ങി കവിളിലേക്ക് വന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ണ് അദ്ദേഹത്തിൻ്റേത് മുഅ്ജിസത്തിലൂടെ ശരിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ ഏറ്റവും നല്ല കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിപ്പെടുത്തിയ കണ്ണായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദുൽ ഐനൈൻ എന്ന്. ദുൽ ഷിമാലൈൻ ഇതൊരിക്കലും നമുക്ക് വിട്ടുപോകാൻ പാടില്ലാത്ത വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞത് ദുൽ ഷിമാലൈനെയാണ് ദുൽ യദൈൻ, മനസ്സിലായില്ലേ? ഖിർബാഖ്. അതേപോലെ മറ്റൊരു ദുൽ ഷിമാലൈനെയാണ് ഉമൈർ ഇബ്നു അബ്ദു അംർ. ഉമൈർ ഇബ്നു അബ്ദു അംർ അൽ ഖുസാഇ. ഇദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബദറിൽ പങ്കെടുത്ത് ബദറിലെ ഷഹീദാണ് ഉമൈർ ഇബ്നു അബ്ദു അംർ. ദുഷിമാലൈൻ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് രണ്ട് കയ്യും ഒരുപോലെ ആയിരുന്നു എന്നാണ്. രണ്ട് കയ്യും ഒരേപോലെ ആക്റ്റീവായിരുന്നു എന്നാണ്. നമുക്ക് ഇടത്തെ കയ്യും വലത്തെ കയ്യും ഉണ്ടല്ലോ, ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രണ്ട് കയ്യും ഒരുപോലെ ആയിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഷിമാലൈൻ എന്ന് പറഞ്ഞത്. ഉമൈർ ഇബ്നു അബ്ദു അംർ അൽ ഖുസാഇ റളിയല്ലാഹു തആല ബദറിൽ പങ്കെടുത്ത് ബദറിലെ ഷഹീദാണ്. പിന്നെ ദുൽ ലിസാനൈൻ അത് മൗല ഇബ്നു കുസൈഫ് അൽ ആമിരി. മൗല ഇബ്നു കുസൈഫ് അൽ ആമിരി ഭയങ്കര വാജാട്ടോപ്പി ആയിരുന്നു എന്നാണ്. വാജാട്ടോപ്പി പറഞ്ഞാൽ നല്ല സാഹിത്യ ഭാഷയിൽ സ്ഫുടഭാഷയായിരുന്നു എന്നുള്ളതാണ് ഈ മൗലാഹിൻ്റെ പ്രത്യേകത. അതാണ് അദ്ദേഹം ദുൽ ലിസാനി. നമ്മൾ കഴിഞ്ഞ ആഴ്ച വേറൊരു ദുൽ ലിസാനിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതൻ, പിൽക്കാലത്ത് ജീവിച്ച ബദിഉൽ സമാൻ അൽ അസ്ഫഹാനി. ഇത് ദുൽ ലിസാനിൻ സഹാബി മൗല ഇബ്നു കുസൈഫ് അൽ ആമിരി, ബനു ആമിർ ബിനു സഅസ ഗോത്രത്തിൽപ്പെട്ട ഒരു മഹാനാണ്, സഹാബിയാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ച കുറേ പേര് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് വിട്ടുപോയി. ഏതായാലും ഇവിടെ ജമീൽ ഇബ്നു മഅമർ ഇബ്നു അസദ് ഇബ്നു ഹബീബ് അൽ ജുമഹി അൽ ഫിഹിരിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ ആഴ്ച പറയണ്ടായി. ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും അള്ളാഹു അവൻ്റെ ഉള്ളിൽ രണ്ട് കൽബുകൾ പടച്ചിട്ടില്ല എന്ന് പറയാണ്. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആ മഹാ അന്ധവിശ്വാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിർക്കണം. അള്ളാഹു ഈ അന്ധവിശ്വാസത്തെ എതിർക്കുമ്പോൾ ഇതൊക്കെ ഒരു പടിയാണ്. അള്ളാഹ് ഇതിൽ പ്രധാനമായിട്ട് ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു വിഷയം എതിർക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒറ്റടിക്കൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ ഹൃദയത്തിൽ ഈ ദത്തുപുത്ര സമ്പ്രദായം ഉണ്ടല്ലോ, അത് അവരിൽ പൂണ്ടുപോയൊരു വിഷയമാണത്. ദത്തുപുത്ര സമ്പ്രദായം അതിൻ്റെ ചരിത്രം നമുക്ക് പറയാം. അപ്പോൾ അതിനെ ഒറ്റയടിക്കല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണത്, അതിനെ ഈ ഇല്ലായ്മ ചെയ്യുന്നത്, എതിർക്കുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കുറേ അന്ധവിശ്വാസങ്ങളെ ഇങ്ങനെ ഉണർത്തിയിട്ട് അതിനെ തുടർന്നാണ് ഈ വിഷയം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നതും എതിർക്കപ്പെടേണ്ടതും വാസ്തവരഹിതമായതുമായ രണ്ടാമത്തെ വിഷയമാണ് ഇവർ ഭാര്യമാരെ മാതാക്കളാക്കി ചിത്രീകരിക്കുക. മാതാക്കളാക്കി ചിത്രീകരിക്കുക. ഒരാൾക്ക് ഭാര്യയോട് അനിഷ്ടം തോന്നുകയും ഭാര്യയുടെ വിഷയത്തിൽ അപ്രിയനാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? തലാഖ് എല്ലാം ഉദ്ദേശിക്കും. പക്ഷേ തലാഖ് ചെല്ലുന്നത് എന്താ? ഭാര്യയെ മാതാവിനെ പോലെ എനിക്ക് നിഷിദ്ധം എന്ന് പറഞ്ഞണം. നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെ നിഷിദ്ധം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? അവർ തലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കണത്. ആ ഒരു വിഷയമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനെയാണ് അള്ളാഹു എതിർക്കുന്നത്. എന്താ അള്ളാഹു പറയുന്നത്? അസ്സ വജൽ വമാ ജഅല അസ്വാജകും, വമാ ജഅല അള്ളാഹു ആക്കിയിട്ടില്ല, അസ്വാജകും നിങ്ങളുടെ സൗജുകളെ, നിങ്ങളുടെ സൗജുകളെ. സൗജ് അസ്വാജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭാര്യമാരെ അവനാക്കിയിട്ടില്ല. എങ്ങനെയുള്ള ഭാര്യമാർ? അല്ലായി തുദാഹിറൂന മിൻഹുൻ, അല്ല എങ്ങനെയുള്ള ഭാര്യമാരാണ്? തുദാഹിറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിഹാർ നടത്തുന്നു, നിങ്ങൾ ദിഹാർ നടത്തുന്നു. മിൻഹുന്ന അവരിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ ഏതൊരു ഭാര്യമാരെയാണോ
അല്ലെങ്കിൽ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ ദിഹാർ നടത്തുന്നവരായ നിങ്ങളുടെ ഇണകൾ അവരെ ആക്കിയിട്ടില്ല. എന്താക്കിയിട്ടില്ല? ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാർ. അതിൻ്റെ അർത്ഥം നോക്കിയേ. വമാ ജാല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല, ആക്കിയിട്ടില്ല. അസ്വാജക്കും, നിങ്ങളുടെ സൗജുകളെ, നിങ്ങളുടെ ഭാര്യമാരെ അള്ളാഹു ആക്കിയിട്ടില്ല. എങ്ങനെയുള്ള ഭാര്യമാർ? അല്ലായി, അതാണ് അല്ലായി. അല്ലത്തി എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അല്ലായി. അല്ലത്തി എന്ന് പറഞ്ഞാൽ യാതൊരുവൾ. അല്ലായി എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ സ്ത്രീകൾ. ഇസ്മൂസൂലാണ്. എങ്ങനെയുള്ളവരാണ് ആ ഇണകൾ? തുലാഹിറൂൻ മിൻഹുന്ന, അവരിൽ നിന്ന് നിങ്ങൾ ദിഹാർ നടത്തുന്നവരായ ഭാര്യമാർ പലരുണ്ട്. ആ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ ദിഹാർ നടത്തുന്നവരായ നിങ്ങളുടെ ഇണകളെ ആക്കിയിട്ടില്ല. ആരാക്കിയിട്ടില്ല? ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാർ. ഉമ്മുൻ എന്നതിൻ്റെ ബഹുവചനാണിത് ഉമ്മഹാത്ത്. ഉമ്മുൻ, ഉമ്മാത്ത്, ഉമ്മഹാത്ത് എന്നൊക്കെ ഇതിൽ ബഹുവചനം പറയും. ഇവിടെ നമ്മൾ പറഞ്ഞു വിഷയം, ഭാര്യമാരോട് അനിഷ്ടം വന്നാൽ ഇങ്ങനെ പറയും, അൻതി അലയ്യ ക ബഹ്രി ഉമ്മി എന്ന്. എന്താ? അൻതി, പെണ്ണെ, നീ, അലയ്യ, എനിക്ക് ഹറാമാണ്. ഈ അലയ്യ എന്ന് പ്രയോഗിച്ചത് ഹറാമുൻ അലയ്യ. ഹറാമുൻ അലയ്യ, എൻ്റെ മേൽ ഹറാമാണ്. ഈ ഹറാമുൻ എന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല. അലയ്യ എന്ന് പ്രയോഗിച്ചാൽ തന്നെ എന്തായി? ഹറാമുൻ അലയ്യ എന്ന് വന്നു. അതാണ് ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിലാട്ടെ തിരുസുന്നത്തിലാട്ടെ ഇതിൽ അത് അറബി ഭാഷയിൽ, സ്ഫുട അറബി ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ക്രിയകളും അതിലെ ഓരോ ഹർഫുൽ മആനിയും ഉണ്ടല്ലോ, അതേപോലെ ഇസ്മുകളൊക്കെ അതിൻ്റെ തേട്ടം എന്ത് എന്നുള്ളത് ഭാഷയിൽ അക്കാലഘട്ടത്തിൻ്റെ പ്രയോഗം മനസ്സിലാക്കി, ആ സാഹചര്യം മനസ്സിലാക്കി, ഭാഷയുടെ പ്രത്യേകത മനസ്സിലാക്കി ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ വിശുദ്ധ ഖുർആൻ എന്ത് ഉദ്ദേശിക്കുന്നു, എന്ത് വിധിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇന്ന് പല വിമർശകർ, വിശുദ്ധ ഖുർആൻ വിമർശകർ, അതേപോലെ തന്നെ ഈ എമുക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അറബിയോ അറിയില്ല, അക്ഷരവും അറിയില്ല. അറബി അക്ഷരം പോലും അറിയില്ല, പിന്നെ അല്ല ഇതിൻ്റെ മാനി അതിൻ്റെ തേട്ടവും. അങ്ങനത്തെ ആളുകളാണ് പലപ്പോഴും നമ്മളെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവേദികളിലും ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. അൻതി അലയ്യ, നീ എനിക്ക് ഹറാമാണ്. കബഹ്രി ഉമ്മി, എൻ്റെ ഉമ്മയുടെ മുതുക് പോലെ, എൻ്റെ ഉമ്മയെപ്പോലെ എന്നുള്ളതാണ് ഉദ്ദേശം. ഇങ്ങനെ ഈ അറബികൾ പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിക്കുന്ന നാളിൽ അറബികളുടെ പ്രത്യേകതയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യനെ തലാഖല്ലി ഒഴിവാക്കാനാണ്. ഭാര്യനെ മൊഴി ചൊല്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രയോഗിക്കുന്നത്. അതിനാണ് ബിഹാർ എന്ന് പറയാം. അവരുടെ പ്രയോഗതായിരുന്നു അൻതി അലയ്യ കബഹ്രി ഉമ്മി എന്ന്. അതിനാണ് ബിഹാർ വന്നത്. ബഹർ എന്ന് പറഞ്ഞാൽ മുതുകാണ്. അതിനാണ് ബിഹാർ വന്നത്. ബിഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തുലാഹിറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻതി ഹറാമുൻ അലയ്യ കബഹ്രി ഉമ്മി എന്ന് പറയലാണ് തുലാഹിറൂന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇതോടുകൂടി തലാക്കാണ്, തലാക്കായിട്ടാണ് അതിനെ പരിഗണിച്ചിരുന്നത്. പക്ഷേ ദീനുൽ ഇസ്ലാം ഇങ്ങനെ പറയുന്നതിനെ ഗൗരവമായിട്ട് കണ്ടു. ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദലയിൽ പറഞ്ഞത് എന്താ? മുൻകറൻ മിനൽ ഖൗലി വസൂറ എന്നാണ്. മുൻകറൻ മിനൽ ഖൗലി വസൂറ എന്നാണ് പറഞ്ഞത്. വസൂറ, തീർത്തും വർജ്യമായ വർത്തമാനമാണ് ഇത്. സൂറൻ എന്നാണ് എന്താ? പെരുന്നോണയാണ്, കളവാണ്. ഭാര്യ ഒരിക്കലും ഉമ്മയാവില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യ ഒരിക്കലും അയാളുടെ ഉമ്മയാകുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അത് സൂറൻ, പിന്നെ അത് മുൻകറൻ മിനൽ ഖൗൽ, തീർത്തും വർജ്യമായ വാക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ മുജാദിലൻ്റെ തുടക്കത്തിൽ. എന്താ ഇസ്ലാം എന്താ ചെയ്തത് പറയും? ഇസ്ലാം ഇതിനെ മുൻകറൻ മിനൽ ഖൗലി വസൂറ ആയിട്ട് വിധിച്ചു. പക്ഷേ ഇത് തൊലാഖായിരുന്നു ജാഹിലിയത്തിൽ. ഇസ്ലാമിന് മുമ്പ് ഇത് തൊലാഖായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ എന്ത് ചെയ്തൂല, ഇതിനെ തൊലാഖായി പരിഗണിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഇത് പറഞ്ഞാൽ പ്രായശ്ചിത്തം നിശ്ചയിച്ചു. ആ പ്രായശ്ചിത്തം നൽകിക്കഴിഞ്ഞാൽ ഭാര്യയാക്കിയിട്ട് തുടർത്താൻ അവസരം നൽകി. എന്താ പ്രായശ്ചിത്തം? ഒരാൾ തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞാൽ അൻതി അലയ്യ കബഹ്രി ഉമ്മി എന്ന് പറഞ്ഞാൽ അയാളെ ഭാര്യയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല, പ്രായശ്ചിത്തം ചെയ്ത് ഇതിന് പരിഹാരം കാണാതെ. എന്താ പ്രായശ്ചിത്തം? ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്.
ഈ ഭാര്യയുമായി പ്രാപിക്കുന്നതിന് മുമ്പ് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. 2 മാസം തുടർച്ചയായി ഷഹ്റൈനി മുത്തതാബിഈനി നോമ്പെടുക്കുക. അതും ഈ ഭാര്യനെ ഇതിനെ പ്രാപിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് പിന്നെ നോമ്പെടുത്തതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യയായിട്ട് കൊണ്ടെടുക്കുക. അതില്ല എങ്കിൽ ഫൈതാമു സിത്തീന മിസ്കീന 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. അതും മിൻ ഖബ്ലി അൻ യതമാസ എന്നാണ്. മിൻ ഖബ്ലി അൻ യതമാസ എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ ഭാര്യമാരായിട്ട് സന്ധിക്കുന്നതിന് മുമ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വിഷയം എന്താ? വിഷയം ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു നടപ്പായിരുന്നു. മുൻകറം മിനൽ ഖൗലി വസൂറനായിരുന്നു ദിഹാർ. ജാഹിലിയത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ തലാക്കാണ്. പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഭാര്യയെ ഉമ്മയെ ആക്കിയിട്ട് ഉപമിച്ചിട്ട് നിഷിദ്ധമാക്കി എന്നുള്ളതിനെ കടുത്ത പാപമായിട്ട് ഇസ്ലാം എണ്ണി. പക്ഷേ വിവാഹമോചനാക്കിയില്ല. പിന്നെയോ പ്രായശ്ചിത്തം ചെയ്ത് എന്ത് ചെയ്യുക? ഭാര്യയെ സ്വീകരിക്കാം, നിലനിർത്താം എന്നുള്ള ഒരു നിലപാടാണ്, നിയമമാണ് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ ഉണ്ടായത്. അതിൽ പ്രസിദ്ധമാണ് 2 സഹാബികൾ. ഒന്ന് ഔസ് ബിനു സാമിത്ത് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് സലമത്ത് ബിനു സഖർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. രണ്ടാമതും ഭയങ്കര രസമാണ്. സലമത്ത് ബിനു സഖർ ഒരു റമദാൻ മാസം വന്ന മുപ്പരെ കുറിച്ച് തന്നെ പറയുന്നത് ഉഅതീതു മിൻ ജിമാഇൻ നിസാഇ മാ അഅത അഹദുൻ ഗൈരി. സ്ത്രീകളുമായി കിടപ്പറ പങ്കിടുന്ന വിഷയത്തിൽ മറ്റൊരാൾക്ക് നൽകപ്പെടാത്ത കഴിവാണ് എനിക്ക് നൽകപ്പെട്ടിരുന്നത് എന്നാണ്. അദ്ദേഹം ഒരു ഭയങ്കര ശാരീരിക കരുത്തും അതേപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ശേഷിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ മൂപ്പർക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റമദാൻ മാസം വന്നപ്പോൾ മൂപ്പർക്ക് പേടി. റമദാൻ്റെ രാത്രിൻ്റെ വിഷയമല്ല മൂപ്പർക്ക്. പിന്നെ രാത്രിയിൽ തുടർന്നത് പകലായാലും തന്നിൽ നിന്ന് വന്നു പോകുമോ എന്നതാണ് മൂപ്പരെ പേടി. അതുകൊണ്ട് തന്നെ റമദാൻ വന്നപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു? 1 മാസത്തേക്ക് ഭാര്യനെ ബിഹാർ നടത്തി. റമദാൻ തീരുവോളം പെണ്ണിനോട് പറഞ്ഞു, നീ എനിക്ക് ഇതുപോലെയാണെന്ന് പറഞ്ഞു. അയാൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം റമദാൻ തീരുവോളം അൻതി അലയ്യക്ക ദഹരി ഉമ്മി എന്ന് മൂപ്പര് ഭാര്യയെ ദിഹാർ നടത്തി. അത് നടത്തിയ എന്തിനാണ്? മൂപ്പര് ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ്. കാരണം കേസിൽ പെട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇരിക്കെ ഭാര്യനെ പ്രാപിക്കുന്ന വിഷയത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഭാര്യനെ കാണുന്നത് സംസാരിക്കുന്ന വിഷയമല്ല. മൂപ്പര് വീട്ടിൽ തന്നെയാണ്. ഒരു ദിവസം രാത്രി ഭാര്യ സംസാരിക്കാൻ വേണ്ടി വന്നു മൂപ്പരോട്. അപ്പോൾ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ മൂപ്പര് ഭാര്യയിൽ ആകൃഷ്ടയായിട്ട് ഭാര്യയെ പ്രാപിച്ചു. രാത്രിയാണ്, പക്ഷേ ദിഹാർ നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്? അതിനിടയിലാണ് ഭാര്യനെ പ്രാപിച്ചു. അത് ഒരു റിപ്പോർട്ടിലുള്ളത് ഭാര്യനെ പ്രാപിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇങ്ങനെ ഞാൻ ദിഹാർ നടത്തിയിട്ട് കഫാറത്ത് ചെയ്യുന്നതിന് മുമ്പ് ഭാര്യയെ പ്രാപിച്ചു എന്ന് പറയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെന്തിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇർഹമുക്കല്ലാ എന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചു എന്നാണ്. അപ്പോൾ അയാൾ പറയാണ്, ഇന്നി റഅയ്തു വബീസ ഖൽഖാലിഹാ ഫി ദൗഇൽ ഖമർ എന്നാണ്. ചന്ദ്രൻ്റെ പൗർണമി രാവാണ്. അപ്പോൾ ഈ പൗർണമി രാവിൽ നിലാപ്പൊയ്കയിൽ ഭാര്യൻ്റെ ഖൽഖാൽ പാദസരത്തിൻ്റെ തിളക്കം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പെട്ടുപോയതാണ് നമുക്ക് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നേരിട്ട് പറയാണ്. പൗർണമി രാവിൽ ഭാര്യ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളുടെ പാദസരത്തിൻ്റെ വബീസ് തിളക്കം ഞാൻ കണ്ടപ്പോൾ പെട്ടുപോയതാണ് എന്ന് പറഞ്ഞു. ഏതായാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഇനി മേലാൽ അവളോട് അടുത്ത് പോകരുത്, കഫാറത്ത് ചെയ്യാതെ എന്ന് പറഞ്ഞു. കഫാറത്ത് ചെയ്തിട്ട് അടുക്കാവൂ എന്ന് പറഞ്ഞു. ഇവിടെ അത് ഈ സലമ ഇബ്നു സഖറിൻ്റെ വിഷയത്തിലാണ്. സലമ ഇബ്നു സഖർ ഭാര്യനെ റമദാൻ മാസത്തേക്ക് എന്ത് ചെയ്തു? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ദിഹാർ നടത്തി. പക്ഷേ അദ്ദേഹം ഭാര്യ ഒരു രാത്രി മൂപ്പരോട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ അതാണ് ഈ വിഷയം. അങ്ങനെ ഭാര്യയെ പ്രാപിച്ചു. രാത്രിയാണ്, റമദാൻ്റെ പകലിലല്ല. പക്ഷേ രാത്രിയായാലും പകലായാലും എന്താ? ദിഹാർ നിലനിൽക്കുകയല്ലേ, കഫാറത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂപ്പർ ഇത് ചെയ്തതിന് ശേഷമാണ് മൂപ്പർക്ക് പരിസരബോധം. അപ്പോൾ മൂപ്പരെന്ത് ചെയ്തു? വേഗം ഇദ്ദേഹം സലമ ഇബ്നു സഖർ അൽ അൻസാരി അൽ ബയാദിയാണ്. ബനു ബയാദ ഗോത്രക്കാരുടെ അടുക്കലേക്ക് പോയി. മൂപ്പരെ കുടുംബക്കാരുടെ അടുക്കൽ ഗോത്രക്കാരത്ത് പോയിട്ട് പറഞ്ഞ്, എനിക്കിങ്ങനെ ഒരു പെടൽ പെട്ടുകണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും പറഞ്ഞ് നമുക്ക് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങളെൻ്റെ കൂടെ വരില്ല, നിങ്ങളെ കൂടെ വരില്ല. ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു ഖുർആനിലൊരു
ആയത്തിറക്കിയാലോ ഈ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ നബ്സലാസ്ലം തങ്ങളുടെ അടുക്കലേക്ക് താങ്കളുടെ കൂടെ ഞങ്ങൾ വന്നിട്ട് നബ്സലാസ്ലം തങ്ങൾ ഞങ്ങൾക്ക് എതിരിൽ എന്തെങ്കിലും പറഞ്ഞാലോ, നിങ്ങൾ ഗോത്രക്കാരെന്ന നിലക്ക് എന്തെങ്കിലും പറഞ്ഞാലോ, അതുകൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റ് അതേറ്റ് നീ പോയിക്കോ എന്ന് ഗോത്രക്കാർ പറഞ്ഞു. ഞങ്ങളാരും വരില്ല, പോകാൻ പറഞ്ഞു. നബ്സലാസ്ലം തങ്ങളുടെ അടുക്കൽ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരും വന്നില്ല. ഇദ്ദേഹം നബ്സലാസ്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ റമളാൻ മാസത്തിൽ ഭാര്യയോട് വിട്ട് നിൽക്കാൻ ദിഹാർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഭാര്യയെ രാത്രി സമയം പ്രാപിച്ചു, കഫാർത്ത് ചെയ്യുന്നതിന് മുമ്പാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, യാ സലമ, സലമ നിങ്ങളാണ് അത് ചെയ്തത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാനാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും റസൂൽ പറയാണ് ആ കുറ്റം ചെയ്ത ആൾ നിങ്ങളാണ് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനാണ്. വീണ്ടും റസൂൽ അലൈഹിസ്സലാമ ചോദിച്ചു അൻതദാക്ക് നിങ്ങളാണ് അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഇത് ഇദ്ഹാറിൻ്റെ വിഷയം. അപ്പോൾ അദ്ദേഹം അതേന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും, റസൂലെ അനദ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഉടലോടെ നിൽക്കുന്നു, അള്ളാഹുവിൻ്റെ ഹുക്കുമിൻ്റെ വിഷയത്തിൽ എന്തായാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ അദ്ദേഹം നിന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ യാ സലമത്തു, പിന്നെ ആത്തിഖ് റഖബ, ഒരടിമനെ മോചിപ്പിക്കാൻ പറയാണ് അയാളോട്. അപ്പോൾ അയാൾ തൻ്റെ ഇങ്ങനെ പരടിയിൽ കൊട്ടിയിട്ട് പറയാണ്, ഈ റഖബത്തല്ലാതെ ഒരു റഖബത്ത് ഞാൻ അവിടെ വിടുന്നില്ല. റഖബത്ത് എന്ന് പറഞ്ഞാൽ അടിമക്കും പറയും, പിന്നെ റഖബ എന്താ കഴുത്തിന് പറയും. അപ്പോൾ എൻ്റെ ഈ റഖബത്തല്ലാത്ത വേറൊരു റഖബത്ത് ഒരടിമ എൻ്റെ അടുത്തില്ല എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സും ഷഹ്റൈൻ, എങ്കിൽ 2 മാസം നോമ്പ് എടുക്കാൻ പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, റസൂലെ ഞാൻ ഈ ഒരു ബലായിൽ, ഈ ഒരു പരീക്ഷണത്തിൽ പെട്ടത് തന്നെ നോമ്പ് കാരണത്താലാണ്. ഞാൻ ഇടങ്ങേറാകുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പ്രയാസത്തിൽ തന്നെ പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് എന്നോട് പറയല്ലേ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, എങ്കിൽ അത്രയും 60 മിസ്കീനൻ, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയാണ്. അപ്പോൾ ഈ സലമത്ത് ബിൻ സഖർ അൽ ബയാദി പറയുന്ന, റസൂലെ ഞാനും ഭാര്യയും മക്കളും രാത്രി ഭക്ഷണം കഴിക്കാതെ എന്ന് കിടന്നിട്ടുള്ളത്, കാരണം ഒന്നുമില്ല എന്ന് പറയണ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഒരു മിത്തൽ, പിന്നെ എന്തോ കാരക്കയോ അതല്ലെങ്കിൽ ഗോതമ്പോ അദ്ദേഹത്തിന് നൽകിയിട്ട് പിന്നെ അതുകൊണ്ട് സദഖ ചെയ്യാൻ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് പിന്നെ കുടുംബത്തെ തീറ്റാനോ അല്ലെങ്കിൽ സദഖ കൊടുക്കാനോ ഒക്കെ സലമത്ത് ബിൻ സഖറിനോട് പറഞ്ഞു എന്നാണ്. റസൂലുള്ള കഫാറത്തിനുള്ള വകുപ്പ് റസൂലുള്ള കൊടുത്തിട്ട് പിന്നെ പോകാൻ പറഞ്ഞു. പിന്നെ മാത്രമല്ല എൻ്റെ പിന്നെ ഇതായിട്ട് പോവുക, എന്നിട്ട് ഇതുകൊണ്ട് സദഖ ചെയ്യാം, ഇത് കുടുംബത്തിന് തീറ്റാനും പറഞ്ഞ്, പിന്നെ ഇനി ബനു ബയാദ ഗോത്രക്കാരോട് പോയിട്ട് അവരുടെ സദഖ ഒക്കെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ആർക്ക്? ഈ സലമക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഈ സലമ ഇബ്നു സഖർ പിന്നെ ബനു ബയാദയിൽ പോകുന്നുണ്ട്, ഗോത്രക്കാരുടെ അടുക്കലേക്ക് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഞാൻ ദീഖും സൂറയാണ് കണ്ടത്. ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ദീഖ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലപാട് വളരെ ശുഷ്കായിരുന്നു, പിന്നെ നിങ്ങളൊക്കെ മോശം അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. പക്ഷേ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ തെറ്റ് ചെയ്തിട്ട് ചെന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാൻ സഅത്തുൻ ബറക്കത്തുൻ ഹുസ്നുർ റഅയാണ് കണ്ടത്. എന്നാണ് എന്താ സഅത്ത് എന്ന്? റസൂൽ ഒരിക്കലും ഒരു കുടുസ മനസ്ഥിതിയിൽ എന്നെ സ്വീകരിച്ചില്ല. പിന്നെ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എനിക്ക് ബർക്കത്താണ് ഉണ്ടായത്. പിന്നെ ഹുസ്നുർ റഅ, നല്ല അഭിപ്രായങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ ബനു ബയാദ ഗോത്രക്കാരോട് സംസാരിച്ചിട്ട് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങളുടെ മുഴുവൻ സദഖ എനിക്ക് തരാൻ, നിങ്ങളുടെ എല്ലാവരുടെയും സദഖ അത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നോക്കണം, ഇത് കേട്ട മാത്രമല്ല അവരെല്ലാവരും കൂടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു എന്നാണ്, അത് അവരുടെ സദഖകൾ മുഴുവൻ ഈ സലമ ഇബ്നു സഖർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു നൽകിയെന്നാണ്. മനസ്സിലായി? അപ്പോൾ അറിയാതെ ചെയ്തൊരു തെറ്റിൻ്റെ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ക്രൂശിച്ചില്ല. മാത്രമല്ല അയാൾക്ക് നന്നാകാനുള്ള അവസരങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നിടുക ചെയ്തത്. അദ്ദേഹം തന്നെ അത് അനുഭവിച്ച് പറയാണ്, ഞാൻ ഒരിക്കലും ജനമനസ്സിൻ്റെ ഈ ഒരു കുടുസതയും അതേപോലെ തന്നെ മോശം അഭിപ്രായവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടതേ ഇല്ല. അവിടേക്ക് വിശാലമായ കാഴ്ചപ്പാട്, ബർക്കത്ത്, അതേപോലെ തന്നെ നല്ല പിന്നെ അഭിപ്രായങ്ങൾ, ഇതാണ് ഞാൻ കണ്ടത്. പിന്നെ നോക്കി നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തത് എല്ലാവരും സദഖ ഇവിടെ കൊണ്ടുവന്നിടാൻ പറഞ്ഞതെന്നാണ്, അവരൊക്കെ സദഖ കൊടുത്തു എന്നുള്ളതാണ്. ഏതായാലും അതാണ് ഞാൻ ഇതിൻ്റെ ദിഹാറിൻ്റെ ഒരു ചരിത്രം പറഞ്ഞതാണ് ഈ സലമത്ത് ബിൻ സഖറുമായി ബന്ധപ്പെട്ട്. അന്ന് ആളുകളുടെ ഒരു രീതിയായിരുന്നു ഇത്, ഭാര്യമാരെ ദിഹാർ ചെയ്ത് തലാഖ് ചെയ്യുക എന്നുള്ളത്. അത് എന്നേക്കുമായി തലാഖ് ചെയ്യുന്ന അവസ്ഥയുണ്ട്, ഇതേപോലെ സമയബന്ധിതമായിട്ട്. ഇതിപ്പോൾ റമദാൻ മാസത്തേക്ക് മാത്രമാണല്ലോ അന്തി അലയ്യക ദഹ്രി ഉമ്മി എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയമാണ്, വമാ ജഅല അസ്വാജകുമുല്ലായി തുദാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും എന്ന് പറഞ്ഞത്.
സൂറത്തുൽ മുജാദില ഇതിറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ സൂറത്താണ്. അഹ്സാബ് ഇറങ്ങുന്നതിന് മുമ്പാണ് സൂറത്തുൽ മുജാദില ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിഹാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് വിശദമായിട്ടുള്ളത് സൂറത്തുൽ മുജാദിലിൻ്റെ തുടക്കത്തിലാണ്. അവിടെ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല, നമ്മൾ സലമയെക്കുറിച്ചാണ് പറഞ്ഞത്. ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല ഭാര്യ ഹൗല ബിൻത് സഅലബയെ ദിഹാർ നടത്തിയതാണ് വിഷയം. ഇതേപോലെയാണ് അതും ഭയങ്കര ഇടങ്ങേറ് പിടിച്ച കേസാണ്. പിന്നെ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ എന്താണ് ഈ വയസ്സായവരുടെ ചില പ്രശ്നങ്ങൾ അത് ഹൗലക്കുണ്ട്. അത് ഹൗല റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്. ഹൗല പറയുന്നത് ഇതാണ്, ഔസ് ബിൻ സാമിത്ത് വയസ്സായ ആളാണ്, എപ്പോഴും ഇങ്ങനെ ചൊടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ അവരുടെ പ്രയോഗം, ചൊടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യം പറയാനാണ് ചെന്നത്. ഞാൻ ചെന്നപ്പോൾ തന്നെ മുപ്പതിക്ക് ദേഷ്യം ഇളകിയിട്ട് മുപ്പരിനോട് പറഞ്ഞ് അൻതി അലയ്യൊക്കെ ദഹരി ഉമ്മിയർന്ന് ഔസ് റളിയല്ലാഹു തആല അൻതി അലയ്യൊക്കെ ദഹരി ഉമ്മിയർട്ട് മൂപ്പരൻ ചെയ്ത് ആ ചൊടിച്ച് വർത്താനം പറഞ്ഞിട്ട് മൂപ്പരാണ് പോയി. എന്നിട്ട് ഹൗല പറയാണ് റളിയല്ലാഹു തആല ഖുറൈശികളുടെ ഒരു സദസ്സിൽ മൂപ്പര് ഇരുന്നതിന് ശേഷം, ആളുകളുടെ സദസ്സിലൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ പെരയ്ക്ക് വന്ന്, അപ്പോൾ ഇതിന് മൂപ്പര് തണുത്ത അറിയിക്കണം. പെരയ്ക്ക് വന്നിട്ട് മൂപ്പർക്ക് ഭാര്യനെ വേണം, ശയ്യയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞേ ബിഹാർ നടത്തിയിട്ടാണ് ഇവിടുന്ന് പോയത്. എന്നിട്ട് ഇവിടെ ഇപ്പം നിങ്ങളിൻ്റെ അടുത്ത് കിടക്കാൻ വന്നിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വിഷയത്തിൽ തീരുമാനം പറയുന്നത് വരെ, അള്ളാഹിൻ്റെ ഹുക്കം എന്താണെന്ന് അറിയണത് വരെ ഒരിക്കലും കിടപ്പറയിൽ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പോൾ ഔസ് റളിയല്ലാഹു തആല അവരെ കടന്നു പിടിച്ചു എന്നാണ്. അപ്പോൾ പറയുന്നത് ഔസിന് കുറച്ച് വയസ്സായിരുന്നു റളിയല്ലാഹുവിന്, ഇവർ അത്ര തന്നെ വയസ്സല്ല. അതുകൊണ്ട് തന്നെ ഒരു വയസ്സായ ഒരാളെ എങ്ങനെ എടുത്തെറിയാൻ കഴിയുമോ ആ രീതിയിൽ ഞാൻ വലിച്ചെറിഞ്ഞു എന്നാണ് അവരെ പറയുമോ. അസ്തഗ്ഫിറുല്ലാഹ്. ഹൗല റളിയല്ലാഹു തആലയാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയാണ് വേഗം പെരയിൽ നിന്ന് ഇറങ്ങി അയൽവാസിയുടെ അടുക്കൽ നിന്ന് അവരുടെ വസ്ത്രം വാങ്ങി. എന്നൊക്കെ വസ്ത്രമൊക്കെ പരിമിതമാണ്. അയൽവാസിയുടെ അടുക്കൽ നിന്ന് വസ്ത്രം വാങ്ങിയിട്ട് അത് ധരിച്ചിട്ട് ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ സംസാരിക്കണം. യാ റസൂലല്ലാഹ്, ഔസ് എൻ്റെ യൗവനം മുഴുവൻ തിന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ശരീരം സമർപ്പിച്ചു, എന്നിട്ടിപ്പോൾ മക്കളായി, ഇപ്പം അദ്ദേഹം എന്നെ ദിഹാർ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ മോശം സ്വഭാവങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ ഹൗല ഇബ്നു അമ്മിക്ക് വാലിദു ബനീക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തഖില്ലാഹ ഫീഹി, അല്ലാഹുവിനെ സൂക്ഷിക്ക്, നിൻ്റെ അമ്മിൻ്റെ മകനാണ്, മക്കളുടെ വാപ്പയാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറയേണ്ട, അള്ളാഹിനെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹൗല സമ്മതിക്കണില്ല. ഹൗല പറയാണ് എൻ്റെ യൗവനം മുഴുവൻ ഉപരിത്തുന്നു, ഞാൻ എൻ്റെ ശരീരം അദ്ദേഹത്തിന് സമർപ്പിച്ചു, ഇപ്പോൾ മക്കളായി, ഈ മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ജാഉ, അവർ വിശന്ന് മരിക്കും, ഞാൻ മൂപ്പരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദാഉ, അവരെന്നായിട്ട് പാഴായി പോകും, നഷ്ടപ്പെട്ടു പോകും. ആ അവസ്ഥയിലാണ് അദ്ദേഹം ദിഹാർ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് തലാഖിൻ്റെ ഒരു രീതിയിലല്ലേ. പക്ഷേ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വരുന്നത്. അതാണ് സൂറത്തുൽ മുജാദിലയിൽ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് എന്നുള്ള വചനങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ വായിക്കണം ആ സംഭവം. ഏതായാലും ഞാനൊരു ഉദാഹരിച്ചത് ഇതെന്താണ് ഈ ബിഹാർ എന്നുള്ളതും അതിൻ്റെ അന്നത്തെ ചരിത്രവും സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ജഅല അസ്വാജകുമുല്ലായി തുദാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും, നിങ്ങൾ ദിഹാർ നടത്തുന്ന നിങ്ങളുടെ ഇണകളെ അള്ളാഹു ആക്കിയിട്ടില്ല ഉമ്മഹാതിക്കും, നിങ്ങളുടെ ഉമ്മമാർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അത് ചെയ്യാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിന് വകുപ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്. ഇതിനും കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനത്തെ പറഞ്ഞത്. ആ നോമ്പ് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ അമ്മാരി ആളുകളുടെ വിഷയത്തിൽ കേസ്, അത് റമദാൻ്റെ പകലിൽ പ്രാപിച്ച വിഷയത്തിൽ അത് നോമ്പേ മതി, മറ്റേത് പാടില്ല എന്ന് പറഞ്ഞില്ലേ. അതായത് സ്പെയിനിലാണത് അല്ലേ. സ്പെയിനിൽ ഒരു ഭരണാധികാരി, എനിക്ക് തോന്നുന്നു മുൻദിർ ബിൻ സഈദ പണ്ഡിതൻ അതാ തോന്നുന്നത്, ഭരണാധികാരി റമദാൻ്റെ പകലിൽ ഭാര്യമാരെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിഹാറിൻ്റെ പ്രായശ്ചിത്താണ്. അപ്പോൾ അന്ന് ഒരു പണ്ഡിതൻ രാജാവ് രാജാവ് ചെയ്തപ്പോൾ നോമ്പെടുത്തിട്ട് പകലിൽ ഭാര്യനെ പ്രാപിച്ചു. അപ്പോൾ രാജാവിനോട് പറഞ്ഞത് 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്നാണ് രാജാവിനോട് പറഞ്ഞത്. അപ്പോൾ അവിടെ വേറെ ഫുഖഹാക്കളുണ്ട്. പക്ഷേ ഈ പണ്ഡിതനുള്ള ഗാംഭീര്യം കാരണത്താൽ അവരാരും മിണ്ടിയില്ല. പക്ഷേ സഭ പിരിഞ്ഞതിന് ശേഷം പണ്ഡിതന്മാർ ചോദിച്ചു, അതല്ല ആദ്യം അടിമനെ മോചിപ്പിക്കുക, പിന്നെ നോമ്പ് വിൽക്കുക, അല്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള, നിങ്ങൾ അത് രണ്ടും പറയാതിരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞത്
ഇത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമനെ മോചിപ്പിക്കുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമാണ്. അന്നാണെങ്കിൽ അടിമകൾ ധാരാളം ഉണ്ട്. പിന്നെ 60 മിസ്കിന്മാർക്കല്ല 6 ലക്ഷം മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ മൂപ്പർക്ക് ചിലപ്പോൾ ഇതൊരു വിഷയമാകും. അതുകൊണ്ടാണ് 2 മാസം നോമ്പെടുക്കണം എന്നുള്ള വിധി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم. ഇതിൻ്റെ അടുത്ത വിഷയമാണിത്. പിന്നെ ഇതാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട വിഷയവും. ഇനി ഇതിനെ പുരസ്കരിച്ചാണ് ഈ വിഷയം ഉണ്ടല്ലോ, ദത്തുപുത്ര സമ്പ്രദായം, അതിനെ പുരസ്കരിച്ചാണ് ഇനി ഏതാനും ആയത്തുകൾ വരുന്നത്. വമാ ജാല, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, വമാ ജാല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയിച്ചിട്ടില്ല. അദ്ഇയാഅക്കും, നിങ്ങളുടെ അദ്ഇയാഇനെ, അദ്ഇയ എന്ന് പറഞ്ഞാൽ ദഅയ്യുൻ എന്നതിൻ്റെ ബഹുവചനാണ്. ദഅയ്യ് എന്ന് പറഞ്ഞെങ്കിൽ ദത്തുപുത്രൻ, അതിൻ്റെ ബഹുവചന അദ്ഇയ എന്നാൽ ദത്തുപുത്രന്മാർ. വമാ ജഅല അദ്ഇയാഅക്കും, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അള്ളാഹു ആക്കിയിട്ടില്ല. ആരാക്കിയിട്ടില്ല? അബ്നാഅക്കും, നിങ്ങളുടെ മക്കൾ. ഇബ്നു എന്നാൽ അബ്നാ മക്കൾ. അബ്നാഅക്കും, നിങ്ങളുടെ മക്കൾ. ഈ ദത്തുപുത്രനാരാ? 2 പ്രയോഗമുണ്ട്. ഒന്ന് ലഹീഖ്, മറ്റൊന്ന് ദഅയ്യ്. അന്ന് പിതാവാണോ എന്ന് സംശയമുള്ള ആളുകളുണ്ട്. ഒരു വ്യക്തി പിതാവാണോ എന്ന് സംശയിക്കും. ഗർഭത്തിലിരിക്കെ തന്നെ ഇന്ന ആളുടെ മകനാണോ എന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ജനിച്ചാലും അങ്ങനെ തന്നെയാണ്. പിതാവാണ് സംശയത്തിലുള്ള ആളുകൾ, അവരെ ലഹീഖ് എന്നാ പറയാം. ഇത് ദഅയ്യ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പിതാവല്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരം പിന്നെ ഒരു വ്യക്തി ഒരു മകനെക്കുറിച്ച് പറയുകയാണ്, ഇതെൻ്റെ മകനല്ല എന്ന് അയാൾക്ക് ഉറപ്പാണ്. അതിനാണ് ദഅയ്യ് എന്ന് പറയാം. എന്നാൽ അന്ന് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥയാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ അന്ന് എന്തുണ്ട്, വിവാഹം തന്നെ അങ്ങനെയാണ്. വിവാഹം തന്നെ കുറേ ആണുങ്ങളൊപ്പം കിടപ്പറ പങ്കിട്ടിട്ട് പിന്നെ ഗർഭം ധരിക്കും. എന്നിട്ട് കിടപ്പറ പങ്കിട്ട സ്ത്രീ ഈ പങ്കിട്ട പുരുഷന്മാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യലാണ്. അന്നത്തെ കല്യാണത്തിനെ കുറിച്ച് അറിയില്ലേ? പല രീതിയിലാണ് കല്യാണം. അതിലൊരു കല്യാണം എന്താണ്, ഒരു സ്ത്രീ ജാഹിലിയത്തിൽ കുറേ പുരുഷന്മാരായിട്ട് കിടപ്പറ പങ്കിടും വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഒരാളിൽ നിന്നാണ് ഗർഭം ധരിക്കുക. പക്ഷേ ഈ സ്ത്രീ പറയും കുട്ടിൻ്റെ വാപ്പ ആരാണെന്നും തൻ്റെ ഭർത്താവ് ആരാണെന്നും ഈ പങ്കിട്ടവരുതെന്ന്. അപ്പോൾ അയാളാണ് ഇയാളുടെ ഭർത്താവ്, പിന്നെ ഈ കുട്ടീൻ്റെ വാപ്പയും. അതായിരുന്നു ജാഹിലിയത്തിൽ. അപ്പോൾ മറ്റ് ആളുകൾക്ക് എന്തുണ്ടാവും, ഈ കുട്ടീൻ്റെ വിഷയത്തിൽ സംശയം ഉണ്ടാവും. പ്രത്യേകിച്ച് മുഖച്ഛായ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്ന് DNA പരിശോധന ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ അന്ന് പിന്നെ മക്കളെ സ്ഥിരീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു ഈ ഖയാഫ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അതിൽ ഈ മിദ്ലജികൾ, ബനു മുദ്ലജ് ഗോത്രം, ഈ സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജോഷുമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ബനു മുദ്ലജ് ഗോത്രമാണ്. ഈ ബനു മുദ്ലജ് ഗോത്രം അവർ ഭയങ്കര ഖയാഫത്തിൻ്റെ ആളുകളാണ്. അവർ കാല് കണ്ടാൽ മതി അവർ പറയും ഇത് വാപ്പി മകനെയാണെന്ന് പറയും. അതേപോലെ തന്നെ അത് ഈ ഭാവി പ്രവചനമല്ല, മുഖലക്ഷണം നോക്കിയിട്ട് ഇത് വാപ്പി മകനാണെന്ന് പറയും. അതേപോലെ തന്നെ ശരീരാവയവങ്ങളുടെ പ്രത്യേകതകൾ കണ്ടിട്ട് അവർ വിധിക്കും, വാപ്പി മകനാണെന്ന് വിധിക്കും. അത് ഈ ഭാവി പ്രവചനമല്ല. ഭാവി പ്രവചനം അതിനാണ് കഹാന എന്ന് പറയുക, ജ്യോത്സ്യം. അത് ഇസ്ലാമിൽ പാടില്ല. അതേസമയം ഇത് ലക്ഷണം നോക്കിയിട്ടുള്ള വർത്താനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദത്തുപുത്രനായിരുന്നു, നമുക്ക് വരും ഇൻഷാ അല്ലാഹ്, ആയിരുന്നു. പിന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല ബനു കെൽബ് ഗോത്രക്കാരനാണ്. അറിയപ്പെട്ട ഖുദാ ഗോത്രത്തിൻ്റെ മെമ്പറാണ്. വളരെ സുന്ദരനായ, സുമുഖനായ, വെളുത്ത് സുന്ദരനായ സെയ്ദ് ബിൻ ഹാരിസയാണ്. പക്ഷേ സെയ്ദ് ബിൻ ഹാരിസക്ക് ബറക്കയിലുണ്ടായ കുട്ടിയായിരുന്നു ഉസാമ ഇബ്നു സെയ്ദ്. ഉസാമ കറുത്ത തൊലിപ്പുറായിരുന്നു, കറുത്ത തൊലിപ്പുറായിരുന്നു. അവർ വാപ്പി മകനും അല്ലേ, വാപ്പി മകനും പിന്നെ ഈ ഒരു ശാരീരിക പ്രകൃതം. അപ്പോൾ ഒരു ദിവസം വാപ്പി മകനും കിടക്കുകയാണ്, മൂടി പുതച്ച് കിടക്കുകയാണ് വാപ്പി മകനും. കാല് മാത്രമേ പുറത്തുള്ളൂ. അപ്പോഴാണ് ഒരു ഖായിഫ് ബനു മുദ്ലജ് ഗോത്രക്കാരൻ വരുന്നത്. എന്നിട്ട് ഈ കാല് കണ്ടിട്ട് പറയാണ്,
ഒരു കാല് വെളുത്ത കാലും ഒരാൾ കറുത്ത കാലും അല്ലേ, കറുത്ത കളറുള്ള കാലും. പക്ഷേ ഇത് ഒരു വാപ്പാൻ്റെയും മോൻ്റെയും കാല് പോലെ എന്നാണ് കായിഫ് വിധിക്കണത്. നിസ്സാസന്മാർ തങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി ആ വർത്താനം കേട്ടപ്പോൾ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അന്ന് ഈ ഖയാഫ ഭയങ്കര പിന്നെ സ്വാധീനമുള്ള കാലമാണ്. അപ്പോൾ പിന്നെ കല്യാണം നടക്കണതോ അങ്ങനെ, ഈ കുട്ടി ആരുടേതാണെന്ന് തിട്ടല്ല. പിന്നെ ഈ ഖായിഫൊക്കെയാണ് പറയുക പിന്നെ ആളാണ് എന്നുള്ളത് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വഹ്ശി ഇബ്നു ഹർബ്, ഹംസ റളിയല്ലാഹുവിനെ വധിച്ച വഹ്ശി ഇബ്നു ഹർബ് ഉണ്ടല്ലോ, ഈ വഹ്ശി ഇബ്നു ഹർബ് 50 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിനെ തിരിച്ചറിയുന്ന ഒരു ചരിത്രമുണ്ട്. വഹ്ശിയൊക്കെ ഇസ്ലാം സ്വീകരിച്ച് ഉഹുദ് കഴിഞ്ഞ് റസൂലുള്ളാഹിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അവിടെ എനിക്കൊണ്ട് ദമഷ്കിലെ ഒരു പള്ളിയിൽ എങ്ങാണ്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുന്നത്, ഇന്നെ അറിയുമെന്ന് ചോദിക്കണത്. അപ്പോൾ കാലുമൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്, ഈ കാല് കണ്ടിട്ട് ഞാൻ നിങ്ങൾ കുട്ടിയായിരിക്കെ, ഇപ്പോൾ വലിയ ആളല്ലേ, കുട്ടിയായിരിക്കെ പിന്നെ പാൽ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചോടത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങളെ അമ്മക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ കാല് കണ്ടിട്ടുണ്ട്, ഞാനാണ് നിങ്ങളെ എടുത്തു കൊടുത്തീനെ അമ്മക്ക്. അപ്പോൾ ഈ അന്ന് നിങ്ങളെ കാല് കണ്ടിട്ടുണ്ട്, ആ കാല് ഈ കാലും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട്. 50 കൊല്ലത്തിന് ശേഷം ഇബ്നു ഹജർ ആ വിഷയം പറയുന്നുണ്ട്, വഹ്ശിൻ്റെ ആ ഒരു തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. പിന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവർ ഈ മക്കളെ ഇന്ന ആളുടെ മകനാണ് എന്ന് പ്രവചിക്കും ഈ ലക്ഷണം കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ മക്കൾ അവിടെ വാപ്പയാണോ ഇല്ലേ എന്നുള്ള സംശയമുണ്ട്. അതിനാണ് ലഹീഖ് എന്ന് പറയാം. ലഹീഖുമായി ബന്ധപ്പെട്ട് കുറേ മസാലകളുണ്ട്. ഇത് ദഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അന്ന് 4 പേര് പിന്നെ ഇങ്ങനെ ദത്തുപുത്രന്മാരായി പ്രസിദ്ധരാണ്. ഒന്ന് സെയ്ദ്, ആരുടെ ദത്തുപുത്രനാണ് സെയ്ദ്? സെയ്ദ് ഇബ്നു ഹാരിസ, റസൂലുള്ളാഹിൻ്റെ ദത്തുപുത്രൻ. മറ്റൊന്ന് സാലിം, പിന്നൊന്ന് ആമിർ ഇബ്നു റബിയ, പിന്നൊന്ന് അൽ മിഖ്ദാദ്. 4 സഹാബികളാണ്, പ്രമുഖ സഹാബികളാണ്. ഇവർ 4 പേരും ദത്തുപുത്രന്മാരായിരുന്നു. സെയ്ദ് ബിൻ ഹാരിസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദത്തുപുത്രൻ, നമുക്കത് ഇൻഷാ അല്ലാഹ് അവിടെ വിശദമായിട്ട് വരുന്ന ചരിത്രമാണ് നമുക്കവിടെ വിടാം. സാലിം ഇത് പിന്നെ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ദത്തുപുത്രനായിരുന്നു. സാലിം ഒരിക്കലും അബൂ ഹുദൈഫൻ്റെ മകനാണ് എന്നുള്ളതിൻ്റെ ഒരു ലാഞ്ചന്യ പോലുമില്ല. കാരണം വേറെ നാട്ടിൽ ജനിച്ചു വന്ന ആളാണ് ആര്? സാലിം. എനിക്കൊണ്ട് പേർഷ്യയിൽ ഇസ്തഖർ എന്ന് പറയുന്ന നാട്ടിൽ അല്ലെങ്കിൽ ഇറാഖിൽ ജനിച്ച ആളാണ് സാലിം. ആമിർ ഇബ്നു റബിയ, ഇദ്ദേഹം പിന്നെ അൽ ഖത്താബിൻ്റെ ദത്തുപുത്രനായിരുന്നു, വളർത്തുപുത്രനായിരുന്നു. ദത്തുപുത്രൻ ഖത്താബ്. ആരേ ഖത്താബ്? ഉമർ റളിയല്ലാഹുവിൻ്റെ വാപ്പ ഖത്താബിൻ്റെ വളർത്തുപുത്രനായിരുന്നു ആമിർ ഇബ്നു റബിയ. ആമിർ ഇബ്നു റബിയ അൽ അനസിയാണ്, ബനു വാഇൽ ഇബ്നു അനസിയാണ് അദ്ദേഹം. ഖത്താബ് അദവിയാണ്, ഖുറൈശിയാണ്. മിഖ്ദാദ് ഇബ്നു അംറാണ്, അദ്ദേഹം അൽ കിന്ദി അൽ ഖുലാഇ. ഈ മിഖ്ദാദ് ഇബ്നു അംർ അൽ അസ്വദ് ഇബ്നു അബ്ദി യഗൂസ് അസ്സുഹരിയുടെ വളർത്തുപുത്രനായിരുന്നു. ഈ മിഖ്ദാദിനെ കുറിച്ച് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അൽ മിഖ്ദാദ് ഇബ്നു അംർ, അദ്ദേഹം മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് എന്ന് പറഞ്ഞിരുന്നു. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് ഏതുപോലെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് പറഞ്ഞിരുന്നത് പോലെ സെയ്ദ് ഇബ്നു ഹാരിസയാണ്, പക്ഷേ സെയ്ദ് ഇബ്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദത്തുപുത്രൻ. ഖലാസ്, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് അടുത്ത ആഴ്ച ഇത് പറയാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്താണ് ഈ മസാല എന്നുള്ളത് അവിടെ നമുക്ക് വിശദീകരിക്കാം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.